ഫാമിലി പുതിയൊരു വീട് വാങ്ങി താമസത്തിന് വരുന്നു. അവർ പുതുതായി വന്നതറിഞ്ഞ് ജോലിക്ക് ആളെ വേണോ എന്ന് ചോദിച്ചു പ്രായമായൊരു ലേഡി വരുന്നു. ഇവർക്ക് ഒറ്റക്കെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ആ ലേഡിയെ ജോലിക്ക് എടുക്കുന്നു. ഈവനിങ് ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നതും അവരെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പക്ഷേ ഇവരുടെ കണ്ണിൽ പ്രായമായതുപോലെ തോന്നുന്ന ആ ലേഡി ഹസ്ബൻഡിന് സുന്ദരിയായ ഒരു യുവതിയായി തോന്നുന്നു. ആക്ച്വലി ഈ വീട് വളരെ കുറഞ്ഞ വിലക്ക് കിട്ടിയത് കൊണ്ടാണ് ഇവർ ഈ വീട് വാങ്ങി താമസത്തിന് വന്നത്. ഇതിനു മുമ്പ് ഈ വീട് വാങ്ങിയ ആരും തന്നെ ഇപ്പോൾ ജീവനോടെ ഇല്ല. അങ്ങനെ ഇരിക്കെ ഇവർ ഈ വീട് വാങ്ങിയപ്പോൾ മുതൽ വിചിത്രമായ കാര്യങ്ങൾ നടക്കുന്നു. അതുകൊണ്ട് വീട് വിറ്റിട്ട് പോകാമെന്ന് തീരുമാനിക്കുന്നു. ഇവർ വീട് വിൽക്കാൻ പോകുന്നത് അറിഞ്ഞ് ഒരു ലേഡി അത് വാങ്ങാൻ വരുന്നു. വന്നത് മുതൽ ആ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും എന്തുകൊണ്ട് ഉണ്ടാക്കിയതാണ്, എവിടെ നിന്ന് വാങ്ങിയതാണെന്ന് ഇതെല്ലാം ഇവർ പറയുന്നതിന് മുമ്പ് തന്നെ ആ ലേഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കേട്ട് ഇവർ ഷോക്കാകുന്നു. കാരണം ഇപ്പോൾ വന്നവർക്ക് ഇതെങ്ങനെ അറിയാമെന്ന് ചിന്തിക്കുന്നു. പക്ഷേ കിച്ചണിലേക്ക് വന്നതും ഇത്രയും നേരം എല്ലാം അറിയുന്നത് പോലെ സംസാരിച്ചവർ ഒരു സാധാരണ ഓവൻ കണ്ടതും അത് എന്ത് മെഷീനാണെന്ന് ചോദിക്കും. അത് കേട്ട് ഇവർക്ക് സംശയം തോന്നുന്നു. അവർക്ക് ചായ കൊടുക്കാനായി തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണാനില്ല. ഇങ്ങനെ ദിവസവും ആരെങ്കിലും വീട് വാങ്ങാൻ വരുന്നു, പക്ഷെ വാങ്ങാതെ പോകുന്നു. അതിനുശേഷമാണ് മനസ്സിലാകുന്നത് ഇത്രയും ദിവസം ഈ വീട് വാങ്ങാൻ വന്നവരെല്ലാം ഇതിനു മുമ്പ് ഈ വീട് വാങ്ങി ഇവിടെ തന്നെ മരിച്ചവരാണ്. അതിൽ ആദ്യം വന്ന ആ ലേഡിയാണ് 1959 ആ വീട് കെട്ടിയത്. അതുകൊണ്ടാണ് എല്ലാം കറക്റ്റായി പറഞ്ഞത്. പക്ഷെ ഇപ്പോഴുള്ള ഓവൻ അവളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് കണ്ടിട്ട് മനസ്സിലാവാതിരുന്നത്. അതുപോലെ തന്നെ ജോലിക്ക് വന്ന പ്രായമായ ലേഡിയും ഒരു കാലത്ത് ഈ വീട്ടിൽ ജോലി ചെയ്ത് ഇവിടെ തന്നെ മരിച്ചവരാണ്.